ഷാജിദ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഇതാ അവൾ. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഷാജിദ ഷാജിയാണ്. ഷാജിദ ഷാജിയെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അതൊന്ന് കണ്ടിട്ട് വരാം. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഷാജിദ ഷാജിയില്ലേ, നമ്മുടെ യൂട്യൂബർ ഇന്നലെ നാട് കിടക്കുകയായിരുന്നു. നാട് വിടാനുള്ള പ്ലാനിങ്ങിൽ കെട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു, വീട്ടിലുണ്ടാകുന്ന ചന്ദനമരം മുറിച്ചു. വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടല്ലേ, ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പൂവല്ലേ, അപ്പോൾ പോണത് കൊണ്ട് വീട്ടിലത്തെ ചന്ദനമരം അങ്ങോട്ട് മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് പൊക്കി നല്ലൊരു കേസ് എഴുതി കൊടുത്തു. 5 മക്കളായതുകൊണ്ട് മാത്രം ഉള്ളിലിടാനുള്ള വകുപ്പുണ്ടായിരുന്നെന്ന് സാറുമാർ പറഞ്ഞു. അല്ലാണ്ട് നല്ലൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട്. പോണ സമയത്തൊരു കേസ് അവർ നൈസായിട്ട് വെട്ടി വെക്കാന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല അണ്ണാക്കി എടുത്താണ് കിട്ടിയെന്നല്ലേ. നമ്മളെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചതല്ല അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ്. അവളങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ഇതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ബാക്കിയുള്ളത്. ഇതാ ഷാജിദ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടിയിട്ടുണ്ട്. അവൾ ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയാണ്. അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഇതാ ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണെന്ന് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. പോണതിൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് നിന്ന്. ഒരു വീഡിയോ എടുത്തത് സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അവരുടെ നെയ്ബറാണ് ഇതെടുത്തത്. അപ്പോൾ ഇതിൽ കൃത്യമായ തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട്. അതായത് ചന്ദനമരം അവരുടെ വീട്ടിൽ നിന്ന് വെട്ടുന്നതും മുറിച്ച് അവിടെ വെച്ചേക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഒക്കെ വന്ന് കേസെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഷാജിദ ഷാജിയുടെ ഇന്നത്തെ ലൈവിൽ കാണുന്നത് പ്രതീക്ഷിക്കാം. എന്തായാലും ഷാജിദ ഷാജി അവിടുന്ന് വീട് മാറിയിരിക്കുകയാണ്. ഞാൻ മരിച്ചാലും എൻ്റെ വീട്ടിൽ നിന്ന് മാറില്ലെന്ന് പറഞ്ഞാൽ പുതിയ വീട് വെച്ചാലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഷാജിദ ഷാജിയുടെ ഒരു പഴയ വീഡിയോ കിടക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചെയ്യുമ്പോൾ എൻ്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം, ഈ പറയുന്ന 2 താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വേണ്ട ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട. ഞങ്ങൾക്ക് ഷാജിദ ഷാജി ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അത് പുതിയ മീൻസ് വാടക വീടാണോ സ്വന്തമായിട്ട് മേടിച്ച വീടാണോ നമുക്കറിയില്ല. ആ വീട് ഫുള്ള് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീട് ഫുള്ള് ഒന്ന് കണ്ടിട്ട് വരാം. ഷാജിദയോടൊപ്പം തന്നെ പോയ ഫുള്ള് വീഡിയോ, ആ വീട് ഫുള്ള് ഒന്ന് കണ്ടിട്ട് വരാം. അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പൊ നമുക്കിപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി. സംഭവം പാലിപ്പോൾ കാച്ചിനുള്ള ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ. അവര് തീ കത്തിച്ചതിന്റെ കാര്യമൊക്കെ ഉണ്ട്. നല്ല കുഴപ്പമില്ല, നല്ല വീടാണ്, അടിപൊളി വീടാണ്. ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും. സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളൂ. നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ. സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അൽമാര കൊടുക്കുന്നു. പിന്നെ ഇത് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സമാധാനമുണ്ട് കേട്ടോ. അവിടെ മനസ്സിന് കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. പാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുട്ടികൾക്ക് വിശന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഓക്കെ. ബായ്, അസ്സലാമു അലൈക്കും. പാല് വെച്ച് ഞങ്ങൾ കുടിക്കട്ടെ, ചായ വെച്ച് കുടിക്കട്ടെ. കുട്ടികളവിടെ കഴിക്കണ്ടേ.
ഇന്നതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു 4-5 മണിക്കാണ് നമ്മൾ കയറി വന്നത്. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ നമുക്ക് പണി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പടച്ചോനല്ലേ വലുത്, അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലെ. എല്ലാവരും എന്താ പറയാ, നമുക്ക് പണി. പക്ഷെ അവർക്കിട്ട് ആ പണി വരുന്നത് അവരെ അറിയണില്ല കേട്ടോ, അതാണ് സത്യം. അപ്പൊ അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബായ്. നാളെ നല്ല വീഡിയോ ആയിട്ട് കിച്ചൺ വീഡിയോസും ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരാം ഇൻഷാ അല്ലാഹ്. ഷാജിദ, ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാണ്. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല. ഇത് എൻ്റെ അത്താനൂടെ രജിസ്റ്റർ ചെയ്തതാണ്. എൻ്റെ ഉമ്മയുടെ ആദ്യത്തെ മോൾ ഞാനാണെങ്കിൽ എനിക്കാണ് അവകാശപ്പെട്ടത്. അവൾക്ക് ഉമ്മ എന്നൊക്കെ വിളിക്കാൻ അറിയാവോ? ഈ തള്ളി എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്ന ഷാജിദ വീടിൻ്റെ കാര്യം വന്നപ്പോൾ ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് പഴയ വീഡിയോ ആണ്, ഇപ്പം ഞാൻ ഉമ്മ എന്നൊന്നും വിളിക്കില്ല എന്നായിരിക്കും ഷാജിദയുടെ പുതിയ കമൻറ്റ്. ഓക്കെ, എന്തായാലും ഷാജിദ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ കാര്യം കണ്ടോ, വീടൊക്കെ ബാത്റൂമൊക്കെ പഴയതാണ്, എന്നാലും സമാധാനം ഉണ്ടല്ലോ. ആരാ ഈ പറയുന്നത്? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായ ഷാജിദയോ? ഷാജിദയ്ക്ക് മര്യാദയ്ക്ക് 2 വർത്തമാനം പറയാൻ അറിയാമോ എന്ന ചോദ്യം അവിടെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അറിയാം. ഷാജിദ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പം അവരുടെ സമാധാനിപ്പിക്കാനായിട്ട്, അതായത് അവരെക്കുറിച്ച് വളരെ എങ്ങനെയൊക്കെ ഷാജിദ സംസാരിക്കൂ എന്ന് പോലും നമ്മളെ ഡൗട്ട് അടുപ്പിച്ചുകൊണ്ട് ഷാജിദയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം. എന്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത്. കൂടെ ഇത്ര വർഷം 10-13 വർഷം ജീവിച്ച് 3 മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഉപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കുന്നത്, എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിന്റെ മക്കളുടെ ഉപ്പയാണ്, നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു 10-13 വർഷം. ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തത്? എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടേ? ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാം. മക്കളില്ലേ, ഈ പെൺകുട്ടി പറയുന്നത്, നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ. കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ച മക്കളുടെ ഉപ്പയാണ്, നീ ഹസ്ബൻഡിന്റെ കൂടെ നീ 10-13 വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓന് 10-12 വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനോട് ജീവിച്ചതാണ് 15 കൊല്ലം. 15ാമത്തെ വയസ്സിൽ 2009 മാർച്ച് 29 കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിന് ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം. ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല. എൻ്റെ ഉമ്മാനെ കാണണ്ട, ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല. വർഷക്കണക്ക് പോവാറില്ല. 10-15 കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഭാര്യയായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, ഒരു മക്കളുടെ ഉമ്മ, അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല. നീ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കൾ നിനക്ക് തരുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കും. കേട്ടല്ലോ എൻ്റെ പൊന്നി, നമുക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? ഷാജിയുടെ വോയിസ് ക്ലിപ്പാണ്, ഇതൊന്ന് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്തായാലും ഇത്രയും നല്ല രീതിയിലൊക്കെ ഷാജിദ സംസാരിക്കൂ. നിങ്ങൾക്ക് മകളുണ്ട്, മകള് ഭാവി നശിപ്പിക്കരുത്, ഇത് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഈ വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജിദ പറയുന്ന വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടല്ലോ. അയ്യോ, അത്ഭുതം തന്നെ കേട്ടോ. പക്കാ തെറി വിളിക്കുന്ന ഷാജിദയോട് ഇങ്ങനെയൊക്കെ ഷാജിദ പറയൂ. ഷാജിദയുടെ ഈ വീട് മാറിയപ്പോൾ ഇനിയെങ്കിലും ഉമ്മായോട് പൊരുത്തപ്പെട്ട് പോകണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ആ കമൻറ്റിന് പോലും ഷാജിദ തെറി കമൻറ്റാണ് തിരിച്ച് റിപ്ലൈ ഇട്ടിരിക്കുന്നത്. ആ ഷാജിദയാണ് ഇത്രയും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിട്ട് ഈ സംസാരിക്കുന്നത് കേട്ടോ. ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. എന്തായാലും ഷാജിദ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനിയെങ്കിലും ഈ ഒരു എന്താ പറയുന്നത് വെല്ലുവിളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെൻ്റെ ഒരു അഡ്വൈസായിട്ട് കരുതിയാൽ മതി. എന്തായാലും ഷാജിദയ്ക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കാനൊക്കെ അറിയാം കേട്ടോ. എന്തായാലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ അറിയാം. എന്തായാലും ഓക്കെ. ഈ ഷാജി നമ്മുടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? മുത്തു എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ, അവരുടെ നെയ്ബർ ഫാദർ മരിച്ച സമയത്ത് ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, ഒരു ലൈവിൽ വന്നിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ. ഡാൻസ് ചെയ്തില്ല, ഒരു പാട്ടൊക്കെ പാടിയ ഒരു ഇതുണ്ടല്ലോ. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇല്ലാണ്ട് ആയില്ലേ മുത്തു, എപ്പടിടാ മുത്തു പോയില്ലേടാ, തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ, നിന്റെ തന്ത ഉരുകി ചത്തില്ലടാ, നിന്റെ താതൻ ഉണ്ടാക്കിയതല്ലടാ, അത് കബീറിന്റെ വിത്തുകളിടാ, അത് കബീറിന്റെ വിത്തുകൾ. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത്, അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയതല്ലടാ. ഓക്കെ,
ഗബിയ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്. അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ കുഞ്ഞാ. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാദർക്കാരന്റെ കൂടെ വന്ന കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിരുന്നു. എത്ര ദുഷ്ടനോ ആരും ആയിക്കോട്ടെ, ഇത് ദുഷ്ടനാണെന്നല്ല, അങ്ങനെയുള്ളൊരു വ്യക്തി ആയാൽ പോലും മരണ വീട്ടിൽ നമുക്ക് എല്ലാവരോടും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പതിയാണ്, അല്ലെ, ഒരു വിഷമമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ആർഭാടം എന്നല്ല, എന്താ പറയുക, അഹങ്കാരം കാണിച്ചത്. മീൻസ് ആ ഒരു തെറ്റ്, ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ഷാജിദ. അപ്പം ഈ ഷാജിദയെക്കുറിച്ച് നമ്മുടെ മുത്തു പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും ഷാജിദ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കാണുന്നത്. അവൾ പറയണ പറച്ചൽ എന്തെല്ലാം എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എൻ്റെ മരിച്ചുപോയ ഉപ്പാനെയും എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും എന്തെല്ലാം വർത്താനം അവൾ പറയുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? ഷാജി നീ വെയിറ്റ് ചെയ്യിട്ടോ, ഇതിനുള്ള മറുപടി നിനക്ക് 100ഓളം മറുപടികൾ വരും, നീ വെയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞുരുകി ഞാൻ കൊന്നു നെഞ്ഞുരുകി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞ സൈലൻ്റ് അറ്റാക്കാണ്. എൻ്റെ ഉപ്പ രാത്രി 8:30 ആകുമ്പോൾ പണിക്ക് പോയി, 9:30 ആകുമ്പോഴത്തേനും എൻ്റെ ഉപ്പ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയില്ല, അതിന് മുന്നേ മരിച്ചു. ജീവിതമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഷാജിയ, നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സമാധാനമല്ല. എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം, ഇപ്പോൾ പോയതിൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ. എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ് അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി. ഇപ്പോൾ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നിനക്കിതിനുള്ളത് ഷാജി നിനക്ക് ഉറപ്പായിട്ട്. ഷാജി നമുക്ക് വീട് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പേര് പണി തന്നു എന്ന് പറയുന്നുണ്ട്. ആ പണി എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനമരം വെട്ടിമുറിച്ചതായിരിക്കണം എന്ന് തോന്നുന്നു. അത് ഫോറസ്റ്റൊക്കെ അറിഞ്ഞ് കേസായില്ലേ, അതായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പണി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഷാജിദയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഷാജിദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം ഷാജിദയ്ക്ക് ഇങ്ങനെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അതായത് ഈ ഒരു ഇതിൽ നിലനിൽക്കണം. അത് രേണുസുതി ആയാലും ഷാജി ആയാലും ജസ്ന സലീം ആയാലും ഒന്നിൽ നിന്ന് ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമുക്ക് റിയാക്ട് ചെയ്യാൻ ഓരോ വിഷയങ്ങൾ അവർ തന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഷാജിയുടെ ഇന്നത്തെ ലൈവിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ആളുകൾ വെയിറ്റിംഗ് ആണ്. എന്തായിരിക്കും ഇതിന് പുറകെ വരുന്ന ഷാജിദയുടെ റിപ്ലൈ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഷാജിദ ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും. 5 മക്കളെ ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടു കൂടി നിന്ന് വളർത്തണമെങ്കിൽ നല്ലൊരു ഗഡ്സ് വേണം, അല്ലേ? അത് ഷാജിദയ്ക്കുണ്ട്. അതൊക്കെ ഷാജിദ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഷാജിദ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ ഇപ്പോഴും വളർത്തുന്നുണ്ടെന്നൊക്കെ ആ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. നല്ലതുപോലെ വളർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനോട് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ജീവിക്കുമായിരുന്നു, ഭർത്താവ് പറഞ്ഞതിന് അപ്പുറത്തോട്ട് പോകില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും വീടൊക്കെ മാറിയില്ലേ, ഇനി നല്ലതുപോലെ വഴക്കും വെക്കാണോന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അതായത് ഒരുപാട് വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇട്ട് നല്ലോണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം വീണ്ടും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സി യു.